എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ്. നമ്മുടെ ഒരു സെലിബ്രിറ്റി പറഞ്ഞ മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ മാമ്പഴമായതുകൊണ്ട് കട്ട് ചെയ്താണ് വെച്ചേക്കുന്നത്. പിന്നെ ശർക്കര പാനിയാക്കാനുള്ളത് വെച്ചിട്ടുണ്ട്, തേങ്ങ ചിരകിയത് വെച്ചിട്ടുണ്ട്, പിന്നെ എണ്ണയല്ല നെയ്യാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തൈര് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ മാമ്പഴം ഇട്ടൊന്ന് കുക്കാക്കി എടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമ്മളതൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനിയാക്കാൻ വയ്ക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മാമ്പഴം അവിടെ റെഡി ആകുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇച്ചിരി തേങ്ങ എടുത്ത് നമ്മുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിൽ വേറൊന്നും ഇടണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. അപ്പോൾ അതിൽ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഉള്ളിയും ജീരകവും ഒന്നും കൊണ്ടിടരുത്, ഇത് മാത്രമേ ഇടാവുള്ളൂ. അപ്പോൾ ആ ഒരു മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടുന്നത്ര എത്രയാണോ തൈര് ആവശ്യം അത്രയും നല്ല ക്രീമായിട്ടുള്ള തൈരാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ആ തൈരെല്ലാം ഇട്ട് ഇത് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ശർക്കര റെഡിയായി. ഇനി നമുക്ക് മാമ്പഴത്തിലേക്ക് നമുക്കതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര കട്ടിയായി പോവോ എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ചധികം വെള്ളം എടുത്തിരുന്നു നേരത്തെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ആ ഒരു ഇപ്പോൾ ശർക്കരയിൽ കിടന്നൊന്ന് മിക്സായി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമ്മുടെ മാമ്പഴവും ശർക്കരയും നെയ്യും കൂടെ ആയിട്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നല്ല മണമായിരുന്നു കേട്ടോ അടുപ്പ് തുറന്നപ്പോൾ. ഇനി നമ്മൾ നല്ല കട്ടിക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി പോലും വെള്ളം ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ളത് കൈകൊണ്ട് എടുത്തിടുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെള്ളം വെച്ച് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുമല്ലോ, അപ്പം വെള്ളം തീരെ ആഡ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എത്ര ക്രീമി ആണെന്നുള്ളത്. പ്രത്യേകിച്ച് കട്ട് ചെയ്തിട്ട് മാങ്ങയും കൂടെ ആയതുകൊണ്ട് എല്ലാം കൂടെ നല്ല വെന്തുടഞ്ഞ് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്കതങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്കിനി കടുക് താളിക്കാം. താളിക്കാനായിട്ട് നമ്മളിതിൽ ഓയിലല്ല യൂസ് ചെയ്യുന്നത്, നെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തു. താളിക്കാൻ ആവശ്യമുള്ള കടുകും ഉലുവയും നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൊണ്ടുവന്ന് ഞാൻ വെച്ചു നെയ്യ് ചൂടാകുന്ന സമയത്തേക്ക്. ഇപ്പോൾ നെയ്യ് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മുടെ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ നെയ്യിൽ ഇതുവരെ താളിച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ അതൊരു പ്രത്യേക മണം വരുന്നുണ്ടായിരുന്നു നെയ്യിലായതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ താളിച്ചത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ മിക്സ് ചെയ്യണ്ട, അതങ്ങനെ അങ്ങ് അടച്ച് അങ്ങ് വെച്ചേക്കാം. അപ്പോൾ ഇനി അതിൽ നിന്ന് കുറച്ച് എടുത്ത് ഞാൻ നമ്മുടെ കടുക് വറുത്ത പാത്രത്തിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ലല്ലോ, അതങ്ങനെ അതിൻ്റെ സൈഡിൽ ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഇനി നമുക്ക് ചോറ് വിളമ്പാം. അപ്പോൾ ഞാൻ നല്ല വെള്ള ചോറെടുത്തിട്ടുണ്ട്. അതിലൂടെ പയർ തോരനുണ്ട്, നമ്മുടെ വലിയ പയർ തോരൻ, പിന്നെ ഒരു ഫിഷ് ഫ്രൈ ഉണ്ട്, കൂടെ ഒരു നാരങ്ങ അച്ചാറും, പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ട് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് അതൊന്ന് മിക്സ് ചെയ്യുന്നത്. നല്ല ക്രീമി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ആ മധുരവും ഒരു എരിവും എല്ലാം കൂടെ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇപ്പോൾ ഇത് ഒരുപാട് പേര് ട്രൈ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ.